നമസ്തേ. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്നത്. ക കെ കീയുടെ പ്രയോഗം. ക കെ കീ ക പ്രയോഗ്. എന്താണ് ക കെ കീ എന്നീ വിഭക്തി പ്രത്യയങ്ങളുടെ അർത്ഥങ്ങൾ? എന്താണ്? ന്റെ, ഉടെ, ഉള്ള, ലെ. ന്റെ, ഉടെ, ഉള്ള, ലെ. ഇതിൽ ക കെ കി ഈ 3 വിഭക്തി പ്രത്യയങ്ങളിൽ ഓരോന്നിനും ഈ അർത്ഥങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. കായുടെ അർത്ഥവും ന്റെ, ഉടെ, ഉള്ള, ലെയാണ്. കെയുടെ അർത്ഥവും ന്റെ, ഉടെ, ഉള്ള, ലെയാണ്. അതുപോലെ തന്നെ കീയുടെ അർത്ഥവും ന്റെ, ഉടെ, ഉള്ള, ലെയാണ്. രണ്ട് നാമപദങ്ങളിൽ വലതുവശത്ത് വരുന്ന നാമപദത്തിന്റെ ലിംഗം, വചനം എന്നിവ അനുസരിച്ച് ഇവയിൽ ഒന്ന് ചേർക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് എവിടെയാണ് ക കെ കി ചേർക്കേണ്ടത്? നമുക്കെല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണത് അല്ലേ. ഇപ്പൊ രണ്ട് നാമപദങ്ങൾ, ഈ രണ്ട് നാമപദങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ വലതുവശത്ത് വരുന്ന നാമപദത്തിന്റെ ലിംഗം, വചനം എന്നിവ അനുസരിച്ചാണ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ക കെ കി ചേർക്കേണ്ടത് ആ ചേർക്കേണ്ട ഭാഗത്തിന്റെ വലതുഭാഗത്തുള്ള വാക്കിന്റെ ലിംഗം, വചനം എന്നിവ അനുസരിച്ചായിരിക്കണം. ആ വലതുഭാഗത്തുള്ള വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ, അതുപോലെ തന്നെ ഏകവചനമാണോ ബഹുവചനമാണോ എന്നതിനനുസരിച്ച് ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ക കെ കി ചേർക്കേണ്ടത്. ക പുല്ലിംഗ് ഏകവചന ശബ്ദങ്ങളുടെ മുന്നിൽ അല്ലെ, ക എന്ന വിഭക്തി പ്രത്യയം ചേർത്തേണ്ടത് പുല്ലിംഗ ഏകവചന നാമങ്ങളുടെ മുന്നിലാണ്. അതായത് ക ചേർക്കുന്നതിന്റെ വലതുഭാഗത്തുള്ള വാക്ക് പുല്ലിംഗം ഏകവചന പദം ആണെങ്കിലാണ് തൊട്ടു മുന്നേ ക എന്ന വിഭക്തി പ്രത്യയം ചേർക്കേണ്ടത്. അതുപോലെ കെ ചേർക്കേണ്ടതോ പുല്ലിംഗം ബഹുവചന പദങ്ങളുടെ മുന്നിലാണ് കെ പ്രത്യയം ചേർക്കേണ്ടത്. പുല്ലിംഗം ബഹുവചന പദങ്ങളുടെ മുന്നിലാണ് കെ പ്രത്യയം ചേർക്കേണ്ടത്. പിന്നെ കി ചേർക്കേണ്ടതോ സ്ത്രീലിംഗ ഏകവചന ബഹുവചന പദങ്ങളുടെ മുന്നിൽ, അതായത് സ്ത്രീലിംഗ പദങ്ങളുടെ മുന്നിലാണ്. ആ സ്ത്രീലിംഗ പദങ്ങൾ ഏകവചനമായാലും ബഹുവചനമായാലും അതിന്റെ മുന്നിലാണ് ഏത് പ്രത്യയം ചേർക്കേണ്ടത്? കി ചേർക്കേണ്ടത്. അപ്പോൾ ഈ കാര്യം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാം കേട്ടോ. രമേശ് കാ ബേട്ട, കണ്ടോ? രമേശ് ബേട്ട, ഇതാണ് രണ്ട് പദങ്ങൾ, നാമപദങ്ങളാണ്. രമേശ് ബേട്ട, ഇതിന്റെ ഇടയിലാണ് ക കെ കി പ്രത്യയം ചേർക്കേണ്ടത്. അപ്പോൾ ഈ പ്രത്യയം ചേർക്കേണ്ട ഭാഗത്തിന്റെ വലതുഭാഗത്തുള്ള വാക്ക്, അതായത് ഇവിടെ ബേട്ട അല്ലെ, ഈ വലതുഭാഗത്തുള്ള വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ ഏകവചനമാണോ ബഹുവചനമാണോ എന്നതിനനുസരിച്ചിട്ടാണ് തൊട്ടു മുമ്പ് ക കെ കി ഇവയിൽ ഏതെങ്കിലും ചേർക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ രമേശ് കാ ബേട്ട എന്ന് പറയുമ്പോൾ ബേട്ട എന്നത് പുല്ലിംഗം ഏകവചന പദമാണ്. അപ്പൊ പുല്ലിംഗം ഏകവചന പദങ്ങൾക്ക് മുന്നിൽ പ്രയോഗിക്കേണ്ട വിഭക്തി പ്രത്യയം ഏതാണ്? ക. പുല്ലിംഗം ഏകവചന പദത്തിന് മുന്നിൽ പ്രയോഗിക്കേണ്ട വിഭക്തി പ്രത്യയം ക ആണ് കേട്ടോ. അടുത്തത് എന്താ? രമേശ് കെ ബേട്ടെ, രമേശിന്റെ മക്കൾ അല്ലെ, രമേശ് കെ ബേട്ടെ. ഈ ബേട്ടെ എന്നത് എന്താണ്? പുല്ലിംഗം ബഹുവചനമാണ്. അപ്പോ തൊട്ട് മുമ്പ് ഏത് പ്രത്യയം ചേർക്കണം? കെ. അതായത് കെ വിഭക്തി പ്രത്യയം ചേർക്കണമെങ്കിൽ
അതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ അതിന്റെ വലതുഭാഗത്ത് വരുന്ന വാക്ക് പുല്ലിംഗം ബഹുവചനമായിരിക്കണം. അടുത്ത നോക്കൂ, രമേഷ് കി ബേട്ടി, രമേഷിന്റെ മകൾ. ഇവിടെ കീ വരാൻ കാരണം എന്താണ്? ഇതിന് വലതുഭാഗത്ത് വരുന്ന വാക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത് വന്ന വാക്ക് ഏതാണ്? കീക്ക് ശേഷം വന്ന വാക്ക് ഏതാണ്? ബേട്ടി. ബേട്ടി സ്ത്രീലിംഗം ഏകവചനമാണ്. അപ്പോൾ സ്ത്രീലിംഗം ഏകവചനമായി വരുന്ന നാമരൂപത്തിന്റെ പിന്നിൽ ചേർക്കേണ്ട വിഭക്തി പ്രത്യയം ഏതാണ്? അതിന്റെ മുമ്പായിട്ട് ചേർക്കേണ്ട വിഭക്തി പ്രത്യയം ഏതാണ്? കീ അല്ലേ? അപ്പൊ കീ കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്ക് സ്ത്രീലിംഗം ഏകവചനമായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എവിടെയാണോ വിഭക്തി പ്രത്യയം ചേർക്കേണ്ടത് അതിന്റെ വലതുഭാഗത്ത് വരുന്ന അഥവാ അതിന് ശേഷം വരുന്ന വാക്ക് സ്ത്രീലിംഗം ഏകവചനമാണ് അല്ലെ? ആ സ്ത്രീലിംഗ ഏകവചനാണെങ്കിൽ തൊട്ടു മുന്നേ കീ ചേർക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ രമേഷും ബേട്ടിയാണ് ഇവിടുത്തെ നാമപദങ്ങൾ. അതിന്റെ ഇടയിലാണ് നമുക്ക് വിഭക്തി പ്രത്യയം ചേർക്കേണ്ടത്. അപ്പോൾ വിഭക്തി പ്രത്യയം ചേർക്കേണ്ട ഭാഗത്തിന്റെ വലതുഭാഗത്ത് വരുന്ന വാക്കിന്റെ ലിംഗവചനം അനുസരിച്ചിട്ടാണ് ഇവിടെ കാക്കേക്ക് ചേർക്കേണ്ടത്. ഇവിടെ കീ വന്നത് എന്തുകൊണ്ടാണ്? ശേഷം വരുന്ന വാക്ക് സ്ത്രീലിംഗം ഏകവചനമാണ്. ബേട്ടി എന്നുള്ള സ്ത്രീലിംഗം ഏകവചനമാണ് അല്ലെ? അടുത്ത നോക്കൂ, രമേഷ് കി ബേട്ടിയാം. ഇവിടെ ബേട്ടിയാം, ബേട്ടി എന്ന വാക്കിന്റെ ബഹുവചന രൂപമാണിത് അല്ലെ? അതായത് ഇവിടുത്തെ നാമപദം സ്ത്രീലിംഗം ബഹുവചനമാണ്. സ്ത്രീലിംഗ പദങ്ങളുടെ കാര്യത്തിൽ ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് നോക്കേണ്ടതില്ല കാക്കേക്ക് ചേർക്കുമ്പോൾ കേട്ടോ. സ്ത്രീലിംഗമായാൽ മതി. സ്ത്രീലിംഗമാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? കീ എന്ന വിഭക്തി പ്രത്യയം ചേർക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പൊ രമേഷ് ബേട്ടിയാം ഈ രണ്ട് നാമ രൂപങ്ങൾക്ക് ഇടയിൽ കാക്കേക്ക് പ്രത്യയങ്ങളിൽ ഏതു പ്രത്യയം ചേർക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിന് ശേഷം വന്ന വാക്കിന്റെ ലിംഗവചനം അനുസരിച്ചിട്ടാണ്. ഇവിടെ ശേഷം വന്ന വാക്ക് എന്താണ്? ഒന്ന് ബേട്ടി, ഒന്ന് ബേട്ടിയാം അല്ലെ? സ്ത്രീലിംഗം ഏകവചനം, സ്ത്രീലിംഗം ബഹുവചനം. അപ്പോൾ സ്ത്രീലിംഗമാണ് എങ്കിൽ ഏത് വിഭക്തി പ്രത്യയമാണ് ചേർക്കേണ്ടത്? കി. കേട്ടോ? അപ്പൊ ഒരിക്കൽ കൂടെ പറയാം, രമേഷ് കാ ബേട്ട എന്ന് പറയുമ്പോൾ അവിടെ കാ ചേർന്നത് ബേട്ട എന്ന വാക്ക് പുല്ലിംഗം ഏകവചനമായതുകൊണ്ടാണ്. രമേഷ് കെ ബേട്ടെ എന്നത് അവിടെ കെ വന്നത് ബേട്ടെ എന്നുള്ള വാക്ക് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ രണ്ട് രമേഷ് കി ബേട്ടി എന്നതിലും രമേഷ് കി ബേട്ടിയാം എന്നതിലും അല്ലെ? ഒന്ന് ബേട്ടി എന്നാണ് നാമരൂപം, രണ്ടാമത്തത് ബേട്ടിയാം എന്നാണ്. അതായത് സ്ത്രീലിംഗം ഏകവചനവും സ്ത്രീലിംഗം ബഹുവചനവും വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കി എന്ന വിഭക്തി പ്രത്യയമാണ് ചേർക്കേണ്ടത് കേട്ടോ. ബേട്ടിയാം ആയതുകൊണ്ട് കീയുടെ രൂപത്തിൽ മാറ്റം വരില്ല. കി വിഭക്തി പ്രത്യയമാണ്. അത് സ്ത്രീലിംഗ പദത്തിന് മുന്നിലാണ് കി ചേർക്കേണ്ടത്. അടുത്ത് നോക്കൂ, രാധ കാ കമര. രാധ കാ കമര. ഇവിടെ കാ വരാൻ കാരണം എന്താണ്? കമര എന്നുള്ള വാക്ക് പുല്ലിംഗം ഏകവചനമാണ്. മനസ്സിലായില്ലേ? കമര എന്നുള്ള വാക്ക് പുല്ലിംഗ ഏകവചനായതുകൊണ്ടാണ് കാ കൊടുത്തത്. അടുത്ത എന്താ? രാധാക്കെ കമരേ. ഇവിടെ കമരേ എന്നുള്ള വാക്ക് എന്താണ്? കമര എന്നുള്ള വാക്കിന്റെ ബഹുവചനമാണ് അല്ലെ? അതായത് പുല്ലിംഗം ബഹുവചനമാണ്. ഇങ്ങനെ പുല്ലിംഗം ബഹുവചനമായി വരുന്ന നാമരൂപത്തിന്റെ മുമ്പിൽ കെ എന്ന വിഭക്തി പ്രത്യയമാണ് ചേർക്കുന്നത്. അതുപോലെ രമേഷ് കി പുസ്തക്. രമേഷ് കി പുസ്തകേ. ഈ പുസ്തകേ എന്നുള്ള സ്ത്രീലിംഗ പദമാണ് അല്ലെ? അത് ഏകവചന പദമായാലും ബഹുവചന പദമായാലും എന്താണ് ചേർക്കുന്നത്? കി എന്ന വിഭക്തി പ്രത്യയമാണ്. ഇപ്പൊ കാക്കേക്ക് ചേർക്കുന്നത് മനസ്സിലായോ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഏതെങ്കിലും വിഭക്തി പ്രത്യയം ചേർന്ന് വരുന്ന പുല്ലിംഗ ഏകവചന പദത്തിന് മുമ്പിൽ വരുന്ന ക എന്ന പ്രത്യയം കെ ആയി മാറുന്നു. അതായത്
ഒരു വിഭക്തി പ്രത്യയം ചേർന്ന് വരുന്ന പുല്ലിംഗ ഏകവചന പദത്തിന് മുന്നില്, അത് ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ പദം അല്ലെ, അതിന് മുന്നിൽ വിഭക്തി പ്രത്യയം വരുന്നുണ്ടെങ്കിൽ അതെന്തായി മാറും? കെ ആയി മാറും. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാട്ടോ. ഇവിടെ കണ്ടോ, രമേശ് കാ ഘർ മേ, രമേശ് കാ ഘർ ജോഡ് മേ. ഇവിടെ നോക്കൂ, ഏതെങ്കിലും വിഭക്തി പ്രത്യയം ചേർന്ന് വരുന്ന പുല്ലിംഗ ഏകവചന പദത്തിന് മുമ്പിൽ വരുന്ന കാ എന്ന പ്രത്യയം കെ ആയി മാറുന്നു. ഇവിടെ കണ്ടോ, ഘർ, ഈ ഘർ എന്ന വാക്ക്, അതുപോലെ തന്നെ ഇവിടെ ഭായി എന്ന വാക്ക്, അതിന്റെ മുമ്പിൽ എന്തുണ്ട്? ക എന്ന വിഭക്തി പ്രത്യയം ഉണ്ട് അല്ലെ. അപ്പൊ ഈ വാക്കിനോട് കൂടെ, ഒരു പുല്ലിംഗ പദത്തിനോട് കൂടെ എന്തുണ്ട്? ഇവിടെ ഒരു വിഭക്തി പ്രത്യയം വന്നിട്ടുണ്ട് അല്ലെ. ഈ വിഭക്തി പ്രത്യയം വന്നത് കൊണ്ട്, അതായത് ക എന്ന വാക്ക് ഇവിടെ ഉണ്ടല്ലോ, പ്രത്യയം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടെ ഒരു വിഭക്തി പ്രത്യയം വന്നതുകൊണ്ട് തൊട്ട് മുമ്പുള്ള ക കെ ആയിട്ട് മാറണമെന്നാണ് പറയുന്നത് കേട്ടോ. രമേശ് കെ ഘർ മേ, രമേശ് കെ ഭായിനെ. ഏതെങ്കിലും ഒരു പ്രത്യയം ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് ഒരു ക എന്ന വിഭക്തി പ്രത്യയത്തിന്റെ തൊട്ടടുത്ത നാമരൂപത്തോടു കൂടെ ഒരു വിഭക്തി പ്രത്യയം വരുന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ക കെ ആയിട്ട് മാറണം. ഈ ക വരുന്നത് അതിന് ശേഷം എന്ന വാക്ക് പുല്ലിംഗം ഏകവചനായതുകൊണ്ടല്ലേ. അപ്പൊ അതിനോടുകൂടെ ഒരു വിഭക്തി പ്രത്യയം വരുന്നുണ്ടെങ്കിൽ തൊട്ടു മുമ്പുള്ള ക എന്തായി മാറണം? കെ ആയി മാറണം. ഇനി എന്താ പറയുന്നത്? ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും ശേഷം വിഭക്തി പ്രത്യയം വന്നാൽ ആ എന്നത് എ ആയി മാറുന്നു. ആയിൽ അവസാനിക്കുന്ന പുല്ലിംഗ നാമങ്ങൾ, ആകാരാന്ത പുല്ലിംഗ ശബ്ദം അല്ലെ, ആകാരാന്ത്, അതാണ് ആയിൽ അവസാനിക്കുന്ന, ആകാരത്തിൽ അവസാനിക്കുന്ന പുല്ലിംഗ നാമങ്ങളുടെയും അതുപോലെ തന്നെ അതിന്റെ വിശേഷണ പദങ്ങൾ ഉണ്ടെങ്കിൽ ആ വിശേഷണങ്ങളുടെയും ശേഷം വിഭക്തി പ്രത്യയം വരികയാണെങ്കിൽ ആ എന്നത്, ഈ ആ എന്നത് എന്തായിട്ട് മാറും? എ ആയി മാറും. ഉദാഹരണത്തിലൂടെ വ്യക്തമാകാട്ടോ. നോക്കൂ, രമേശ് കാ ബേട്ട ജോഡ് നെ. രമേശ് കാ ബേട്ട, രമേശിന്റെ മകൻ, അതിനോട് കൂടെ ഒരു വിഭക്തി പ്രത്യയം ചേർന്നു. അങ്ങനെ ആവുമ്പോ എന്ത് മാറ്റം വരും? ഈ ബേട്ട എന്നത് ബേട്ടേന്നായിട്ട് മാറും, തൊട്ട് മുമ്പുള്ള ക കെയും ആയിട്ട് മാറും കേട്ടോ. അപ്പൊ രമേശ് കാ ബേട്ട ജോഡിനെ രമേശ് കെ ബേട്ടേനെ. അതായത് ഒരു ആകാരാന്ത പുല്ലിംഗ പദത്തിനോടുകൂടെ വിഭക്തി പ്രത്യയം ചേരുമ്പോൾ അതിന്റെ രൂപം എ ആയിട്ട് മാറും. ഈ എ ആയി മാറുമ്പോൾ തൊട്ട് മുമ്പുള്ള കായും കെ ആയിട്ട് മാറും. ഈ ആകാരാന്ത പുല്ലിംഗ ഏകവചന പദത്തിനോടുകൂടെ ഇനി ഏതെങ്കിലും വിശേഷണ പദം ഉണ്ടെങ്കിൽ അതും എന്തായിട്ട് മാറും? എ ആയിട്ട് മാറും അല്ലെ. അപ്പൊ നോക്കാം, രമേശ് കാ ബേട്ട ജോഡിനെ രമേശ് കെ ബേട്ടേനെ. രാധ കാ കമരാ ജോഡ് മേം രാധ കെ കമരേ മേം അല്ലെ. ഈ കമര എന്നതിനോട് കൂടെ വിഭക്തി പ്രത്യയം ചേർന്നപ്പോൾ കമര എന്നതിന്റെ രൂപം എന്തായിട്ട് മാറി? കമരേന്നായിട്ട് മാറി. അതിനോടൊപ്പം തന്നെ കമരയുടെ മുന്നിലുള്ള ക എന്ന വിഭക്തി പ്രത്യയവും എന്തായി? കെ ആയിട്ട് മാറി അല്ലെ. കെ ആയിട്ട് മാറിയില്ലേ. രാധ ക കമരാ ജോഡ് മേം രാധ കെ കമരേ മേം. ഇതിവിടെ പുല്ലിംഗ പദം വരികയാണെങ്കിൽ മാത്രമാണ് കേട്ടോ കാക്ക് ഈ മാറ്റം വരുന്നുള്ളൂ. അപ്പൊ നോക്കൂ, നമ്മളിവിടെ ഈ വിശേഷണ പദത്തിന്റെ കാര്യം പറഞ്ഞില്ലേ. രമേശ് കാ ബേട്ട ജോഡിനെ രമേശ് കെ ബേട്ടേനെ അല്ലെ. ഈ വാക്യത്തിൽ ഒരു വിശേഷണം ചേർത്തി നോക്കുകയാണെങ്കിലോ, രമേശ് കാ
ചോട്ട ബേട്ട ജോഡ് നെ. ഇങ്ങനെ വരികയാണെങ്കിൽ എന്തു മാറ്റം വരും? നാമപദം മാറുമ്പോൾ വിശേഷണത്തിലും മാറ്റം വരില്ലേ? കാരണം ബേട്ട എന്നുള്ളത് വിശേഷ്യമാണ്, ചോട്ട എന്നുള്ളത് വിശേഷണമാണ്. വിശേഷ്യം മാറുമ്പോൾ വിശേഷണത്തിലും മാറ്റം വരും അല്ലെ? ഇപ്പൊ ബേട്ടാനോട് കൂടെ നെ ചേർന്നപ്പോൾ ഇവിടെ എന്ത് മാറ്റം വന്നു? ബേട്ടേനെന്ന് മാറ്റം വന്നില്ലേ? ഈ ബേട്ട ബേട്ടേനായി മാറുന്നതോടുകൂടെ എന്ത് വരും? ചോട്ട ചോട്ടയുമായി മാറണ്ടേ? അങ്ങനെ വരുമ്പോൾ തൊട്ടു മുമ്പുള്ള കായും എന്തായിട്ട് മാറണ്ടേ? കെ ആയിട്ട് മാറണ്ടേ? അപ്പൊ എങ്ങനെയാ ഇതിൽ വരുന്ന മാറ്റം എങ്ങനെയാണ്? രമേശ് കെ ചോട്ടെ ബേട്ടേനെ അല്ലേ? രമേശ് കെ ചോട്ടെ ബേട്ടേനെ എന്നായിട്ട് മാറും. മനസ്സിലായില്ലേ? രമേശ് കാ ചോട്ട ബേട്ട ജോഡിനെ രമേശ് കെ ചോട്ടെ ബേട്ടേനെ അല്ലേ? അതുപോലെ ഇവിടെ എന്താ വരിക? രാധ കാ കമര ജോഡ് മേ രാധ കെ കമരേ മേ. ഇവിടെ രാധ കാ ചോട്ടയ്ക്ക് പകരം നമുക്ക് ബഡ എന്നുള്ളൊരു വിശേഷണം ചേർക്കാം. അപ്പൊ എന്ത് വരും? ബഡ കമര ജോഡ് മേ. എന്ത് മാറ്റം വരും? കമര ജോഡ് മേ കമരാനോട് കൂടെ പ്രത്യയം ചേർന്നപ്പോ കമര കമരേന്നായി മാറിയില്ലേ? അപ്പോൾ അതിന്റെ വിശേഷണത്തിലും അതേ മാറ്റം വരണ്ടേ? ബഡ എന്നുള്ള എന്തായിട്ട് മാറും? ബഡയായിട്ട് മാറും. അപ്പോ തൊട്ടു മുമ്പുള്ള കായും എന്തായിട്ട് മാറും? കെ ആയിട്ട് മാറും. അപ്പൊ എന്താ വരുന്നത്? രാധ കെ ബഡെ കമരേ മേ അല്ലേ? രാധ കെ ബഡെ കമരേ മേ എന്നായി മാറി. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരിക്കൽ കൂടെ ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. രമേശ് കാ ബേട്ട ജോഡിനെ രമേശ് കെ ബേട്ടേനെ അല്ലെ? അതുപോലെ വിശേഷണം ചേർത്ത് വരുമ്പോഴോ? രമേശ് കാ ചോട്ട ബേട്ട ജോഡിനെ രമേശ് കെ ചോട്ടെ ബേട്ടേനെ. അതായത് ഈ നെ എന്ന ഈ വിഭക്തി പ്രത്യയം ചേർന്നത് കൊണ്ടാണ് ഈ ക ചോട്ട ബേട്ട ഈ മൂന്നെണ്ണത്തിനും മാറ്റം വന്നത് കേട്ടോ. ബേട്ട ബേട്ടേനായി മാറി, ചോട്ട ചോട്ടേനായി മാറി, കെ ആയി മാറി. അതായത് ആകാരാന്തെല്ലാം എ കാരാന്തമായി മാറി. അതുപോലെ രാധ കാ കമര ജോഡ് മേ രാധ കെ കമരേ മേ. എന്നാൽ രാധ കാ ബഡ കമര ജോഡ് മേ രാധ കെ ബഡെ കമരേ മേ എന്നായി മാറി ട്ടോ. മനസ്സിലായില്ലേ? അടുത്തത് എന്താ? പിതാജി മാതാജീനെ നമുക്ക് മാറ്റി നിർത്താം ട്ടോ. പിതാജി അധ്യാപക് ഗുരുജി മാമാജി രാഷ്ട്രപതി അല്ലെ? പിതാജി അധ്യാപക് ഗുരുജി മാമാജി രാഷ്ട്രപതി അല്ലെ? ഇവയെല്ലാം പ്രയോഗിക്കുമ്പോൾ ഇത്തരം നാമങ്ങൾക്ക് മുന്നിൽ ബഹുമാന സൂചകമായി കെ ആണ് ചേർക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ബഹുമാന സൂചകമായി പിതാജി അധ്യാപക് ഗുരുജി മാമാജി രാഷ്ട്രപതി എന്നീ വാക്കുകൾ എന്നിങ്ങനെയുള്ള വാക്കുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ തൊട്ടു മുന്നിൽ കെ എന്നേ ചേർക്കുള്ളൂ ട്ടോ. ഇവിടെ മാതാജി എന്നതിനെ നമ്മൾ മാറ്റി നിർത്തിയത് എന്താണെന്നറിയോ? മാതാജി സ്ത്രീലിംഗ പദമല്ലേ? അപ്പൊ അവിടെ കെ അല്ലല്ലോ ചേർക്കുക, കി അല്ലേ? ആ വ്യത്യാസം മനസ്സിലാക്കാനാണ് അതിനെ മാറ്റി നിർത്തിയത് ട്ടോ. കി മാതാജി എന്നേ നമ്മൾ പറയുള്ളൂ. അതൊരിക്കലും കെ മാതാജി എന്നാവില്ല ട്ടോ. കി മാതാജി. മനസ്സിലായില്ലേ? കി മാതാജി എന്നേ പറയുള്ളൂ.
പിതാജി, അധ്യാപക്, ഗുരുജി, മാമാജി, രാഷ്ട്രപതി തുടങ്ങിയ നാമങ്ങൾക്ക് മുന്നിൽ ബഹുമാന സൂചകമായി ചേർക്കുന്ന വിഭക്തി പ്രത്യയം ഏതാണ്? കെ ആണ് ട്ടോ. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി എന്താണ്? രണ്ടാമത്തെ നാമത്തോടുകൂടി ബന്ധുത്വം, ഉടമസ്ഥാവകാശം എന്നിവ കാണിക്കുന്ന സംഖ്യാവാചക വിശേഷണം വന്നാൽ കെ എന്ന പ്രത്യയം ഉപയോഗിക്കുന്നു. അതായത് രണ്ടാമത്തെ നാമം അല്ലെ, രണ്ട് നാമങ്ങൾക്കിടയിലല്ലേ നമ്മൾ കാക്കയ്ക്ക് ചേർക്കുന്നത്. അതിൽ രണ്ടാമത്തെ നാമത്തോടു കൂടെ ബന്ധുത്വത്തെ സൂചിപ്പിക്കുന്ന, അതുപോലെ ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്ന സംഖ്യാവാചക വിശേഷണ പദം ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ ഏത് പ്രത്യയമേ ചേർക്കാൻ പാടുള്ളൂ? കെ എന്ന വിഭക്തി പ്രത്യയമേ ചേർക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അതെങ്ങനെയാണ് ഉദാഹരണത്തിലൂടെ നോക്കാട്ടോ. ദശരഥ് കെ തീൻ റാണിയാൻ ഥീ. ദശരഥ് കെ തീൻ റാണിയാൻ ഥീ. ദശരഥന് 3 റാണിമാർ ഉണ്ടായിരുന്നു. ദശരഥന് 3 റാണിമാർ ഉണ്ടായിരുന്നു. റാണിയാം എന്നത് എങ്ങനെയും എഴുതാം. ഇങ്ങനെ എഴുതാട്ടോ. ദശരഥ് കെ തീൻ റാണിയാൻ ഥീ. ദശരഥന് 3 റാണിമാർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തീൻ എന്നതാണ് സംഖ്യാവാചക വിശേഷണം കേട്ടോ. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് എന്താ ചേർക്കേണ്ടത് എന്നറിയോ? കെ ആണ് ചേർക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്? ഈ ദശരഥന്റെ 3 റാണിമാര് ദശരഥന് സ്വന്തമായിട്ടുള്ളതാണ് അല്ലെ. അതായത് നമുക്ക് സ്വന്തമായിട്ട് വ്യക്തികളോ വസ്തുക്കളോ അവയവമോ ഉണ്ടെന്ന് പറയുമ്പോൾ കെ ആണ് ചേർക്കുക കേട്ടോ. ബന്ധുത്വം, ഉടമസ്ഥാവകാശം എന്നിവയെ കാണിക്കുന്ന സംഖ്യാവാചക വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മുമ്പ് കെ ചേർക്കണം. അതിന്റെ മുമ്പ് കെ ചേർക്കണം. അതുപോലെ എന്താണ്? നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിയോ വസ്തുവോ അവയവമോ ഉണ്ടെന്ന് പറയുമ്പോഴും തൊട്ടു മുന്നേ കെ പ്രത്യയമാണ് ചേർക്കേണ്ടത് അല്ലെ. അത് അവിടെയും സംഖ്യാവാചക വിശേഷണമാണ്, എന്നാലും കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ. രാധ കെ 5 കലമേ ഹേ. രാധയ്ക്ക് 5 പേനകളുണ്ട്. 5 പേനകളുണ്ട്. അപ്പൊ ഈ കലം എന്ന വാക്ക് സ്ത്രീലിംഗമാണ്. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കെ ആണ് കൊടുത്തത്. അതുപോലെ ഇവിടെ റാണിയാം എന്ന് പറയുന്നത് സ്ത്രീലിംഗ പദമല്ലേ, എന്നിട്ടും ഇവിടെ കെ ആണ് കൊടുത്തത്. അത് കെയുടെ പ്രത്യേക നിയമമാണ് കേട്ടോ, പ്രത്യേക പ്രയോഗമാണ്. മനസ്സിലായില്ലേ? ദശരഥന് 3 റാണിമാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം ന് എന്നർത്ഥം വരുന്ന പ്രത്യയം കോ ആയതുകൊണ്ട് ദശരഥ് കോ തീൻ റാണിയാൻ തീ എന്ന് പറയും. പക്ഷെ അത് തെറ്റാണ്. ദശരഥ് കെ തീൻ റാണിയാൻ തീ എന്നാണ് ശരി. അതുപോലെ രാധാക്കോ 5 കലമേ ഹേ എന്നല്ല, രാധാക്കേ 5 കലമേ ഹേ. അതുപോലെ എനിക്ക് 2 കണ്ണുകളുണ്ട് എന്ന് എങ്ങനെയാ പറയാ? മേരെ 2 ആംഖേ ഹേ എന്നാ പറയാട്ടോ. മനസ്സിലായില്ലേ? ഇത് കെയുടെ പ്രത്യേക പ്രയോഗമാണ്. ഇനി കാക്കയ്ക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഉദാഹരണങ്ങളാണ് കേട്ടോ. യെ രമാ കാ ഘർ ഹേ. रमा का घर बड़ा है. रमा का घर शहर में है. രമേശ് രമാ കാ ഭായി ഹെ. ഇവിടെ കാ കഴിഞ്ഞിട്ടുള്ള വാക്ക് കണ്ടോ? ഘർ 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 ഭായി. ഇവിടെ ശേഷം അതായത് വിഭക്തി പ്രത്യയം ചേർക്കേണ്ടതിന്റെ വലതുഭാഗത്തുള്ള വാക്ക് പുല്ലിംഗം ഏകവചനമാണ്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പായിട്ട് എന്ത് വന്നത്? കാ വന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അടുത്ത എന്താ? രമേശ് രമാ കാ ചോട്ടാ ഭായി ഹെ. രമേശ് രമയുടെ ചോട്ടാ ഭായി, ചെറിയ സഹോദരനാണ്. അപ്പം ഭായി പുല്ലിംഗ ആയതുകൊണ്ടാണ് അതിന്റെ വിശേഷണവും ചോട്ടാ വന്നത്. അതുകൊണ്ടാണ് തൊട്ട് മുന്നേ കാ വിഭക്തി പ്രത്യയം വന്നുള്ളത്. എന്നാൽ ഉമ രാജു കി ബഹൻ ഹേ അല്ലെ, ഉമ രാജുവിന്റെ ബഹനാണ്.
അല്ലെങ്കിൽ ഉമ രമേഷ് കി ബഹൻ ഹേ, രാജു ആയാലും രമേശ് ആയാലും പുല്ലിംഗ പദം തന്നിരിക്കുകയാണ്. ആ വ്യത്യാസം മനസ്സിലാക്കാനാണ് കേട്ടോ. ഉമ രാജുവിന്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഇവിടെ സഹോദരിക്കാണ് പ്രാധാന്യം. ബഹൻ എന്ന വാക്ക് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ഇവിടെ കീ കൊടുത്തത്, അല്ലാതെ രാജു ആയതുകൊണ്ടല്ല കേട്ടാ. ഉമ രാജു കി ചോട്ടി ബഹൻ ഹേ, ഉമ രാജുവിന്റെ ചെറിയ സഹോദരിയാണ്. അവിടെ ബഹൻ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് വിശേഷണവും സ്ത്രീലിംഗത്തിലേക്ക് മാറി, അങ്ങനെ വിശേഷണവും മാറി. ബഹൻ സ്ത്രീലിംഗ ആയതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പ് എന്ത് വന്നു? കി എന്ന വിഭക്തി പ്രത്യയം വന്നു. മനസ്സിലായില്ലേ? അതുപോലെ സുരേഷ് രമാക്ക ബഡാ ഭായി ഹേ, ഇവിടെ മുകളിൽ പറഞ്ഞു രമേശ് രമാക്ക ചോട്ടാ ഭായി ഹേ, അതേ പ്രയോഗം തന്നെയാണ് ഇവിടെ. സുരേഷ് രമാക്ക ബഡാ ഭായി ഹേ. ബഡാ ഭായി, ബഡാ എന്ന് പറഞ്ഞാൽ വലിയ, അല്ലെ, വലിയ സഹോദരനാണ്. രമാക്ക ബഡാ ഭായി ഹേ. മനസ്സിലായില്ലേ? അടുത്ത് നോക്കൂ, രമേശ് ഓർ സുരേഷ് രമാക്കേ ഭായി ഹേ. രമേശും സുരേഷും രമയുടെ സഹോദരന്മാർ ആകുന്നു. സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലായില്ലേ, ബഹുവചനായില്ലേ, അതുകൊണ്ടല്ലേ ഹാങ് കൊടുത്തത്. പക്ഷെ ഭായി എന്ന വാക്ക് ഏകവചനത്തിലും ബഹുവചനത്തിലും ഒരുപോലെ ഉണ്ടാവുക കേട്ടോ, മാറ്റം വരില്ല. അപ്പൊ സഹോദരന്മാർ ആയതുകൊണ്ട് ഇവിടെ എന്ത് വേണം? കെ കൊടുക്കണം കേട്ടോ, കെ. ഇനി കമല രമാക്കി ബഡി ബഹൻ ഹേ, ഇവിടെ ബഹനാണ്, സ്ത്രീലിംഗ പദമാണ്, അതുകൊണ്ടാണ് വിശേഷണം സ്ത്രീലിംഗത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് വന്നത്? കി എന്ന വിഭക്തി പ്രത്യയം വന്നതും. കാരണം ബഹൻ സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് കി ബഹൻ എന്ന് വന്നത് കേട്ടോ. നോക്കൂ അടുത്തത്, രമാക്ക സ്കൂൾ ഹേ, ഇത് രമയുടെ സ്കൂളാണ്. സ്കൂൾ എന്നുള്ള വാക്ക് പുല്ലിംഗ പദമാണ് കേട്ടോ, അതുകൊണ്ടാണ് ക വന്നത്. രമാക്ക സ്കൂൾ ഹേ എന്നാണ് പറയാ. അടുത്ത എന്താ? രമാക്ക സ്കൂൾ ശാന്തിനഗർ മേ ഹേ, രമയുടെ സ്കൂൾ ശാന്തിനഗറിലാണ്. ക സ്കൂൾ, രമാക്ക സ്കൂൾ. അടുത്ത എന്താ? രമാക്കെ സ്കൂൾ മേ ഏക് സുന്ദർ ബഗീച്ച ഹേ. രമാക്കെ സ്കൂൾ മേ, രമയുടെ സ്കൂളിൽ, രമാക്കെ സ്കൂൾ മേ. ഇവിടെ എന്തുകൊണ്ടാ കെ വന്നത്? സ്കൂൾ പുല്ലിംഗല്ലേ, ഏകവചനല്ലേ. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച നിയമമാണത്. സ്കൂൾ ഒരു പുല്ലിംഗ പദത്തിന് ശേഷം ഒരു വിഭക്തി പ്രത്യയം വരികയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള കെ ആയിട്ട് മാറണം, അല്ലെ. രമാക്കെ സ്കൂൾ മേ ഏക് സുന്ദർ ബഗീച്ച ഹേ. ഇനി യത് സ്കൂൾ കാ ബഗീച്ച ഹേ, ഇത് സ്കൂളിന്റെ പൂന്തോട്ടമാണ്. സ്കൂൾ കാ ബഗീച്ച ഹേ, ഇത് സ്കൂളിന്റെ പൂന്തോട്ടമാണ്. അവിടെ ബഗീച്ച എന്നുള്ള വാക്ക് പൂന്തോട്ടം എന്നാണ് അർത്ഥം. അത് പുല്ലിംഗം ഏകവചനമാണ്, അതുകൊണ്ടാണ് ക കൊടുത്തത്. അടുത്ത എന്താണ്? സ്കൂൾ കാ ബഗീച്ച ബഡാ ഹേ, സ്കൂളിലെ പൂന്തോട്ടം അല്ലെങ്കിൽ സ്കൂളിന്റെ പൂന്തോട്ടം വലുതാണ്, അല്ലെ. സ്കൂളിലെ പൂന്തോട്ടം. അതുപോലെ സ്കൂൾ കാ ബഗീച്ച ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്കൂളിന്റെ പൂന്തോട്ടം എന്നും പറയാം, ഇത് സ്കൂളിലെ പൂന്തോട്ടമാണെന്നും പറയാം. അതുപോലെ സ്കൂൾ കാ ബഗീച്ച ബഡാ ഹേ, സ്കൂളിലെ പൂന്തോട്ടം വലുതാണ്, അല്ലെങ്കിൽ സ്കൂളിന്റെ പൂന്തോട്ടം വലുതാണ്, അല്ലെ. അങ്ങനെ മനസ്സിലാക്കാം. ബഗീച്ചെ കെ പേട് ഊഞ്ചേ ഹേ, ബഗീച്ചെ കെ പേട്, പേട് എന്താണ്? മരങ്ങൾ എന്നാണ് ഇവിടെ കേട്ടോ. അതിന് ഏകവചനവും പേട് തന്നെയാണ്. പേടിന്റെ ഏകവചനവും ബഹുവചനവും പേട് തന്നെയാണ്. അപ്പൊ ബഗീച്ചെ കെ പേട് ഊഞ്ചേ ഹേ, ഈ പേട് എന്നുള്ള വാക്ക് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ടാണ് ഇവിടെ ഊഞ്ചേന്ന് കൊടുത്തത്. പിന്നെ പേട് ബഹുവചനായതുകൊണ്ടാണ് ഹൈം കൊടുത്തത് കേട്ടോ. അത് സ്ത്രീലിംഗായാലും പുല്ലിംഗായാലും ബഹുവചന പദമാണെങ്കിൽ ഹൈംന്ന് വരും. പിന്നെ ഊഞ്ചേന്ന് വിശേഷണം കൊടുക്കാൻ കാരണം പേട് പുല്ലിംഗം ബഹുവചനായതുകൊണ്ടാണ് കേട്ടോ. ഒരു മരയുള്ളെങ്കിൽ പേട് ഊഞ്ചാഹേന്നേ പറയുള്ളൂ. അപ്പൊ ഈ ഹാക്ക് ബിന്ദി ഉണ്ടാവില്ല, ഊഞ്ചാന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ കായും ഉണ്ടാവും, അല്ലെ. ഇവിടെ എന്താ? പേട് എന്നുള്ളത് പുല്ലിംഗം ബഹുവചനായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ കെ കൊടുത്തത് കേട്ടോ. അപ്പൊ കെ ശേഷം വരുന്ന, കേക്ക് ശേഷം വരുന്ന വാക്ക് പുല്ലിംഗം ബഹുവചനാകുമ്പോ കെ വരും, അല്ലെ. പിന്നെ ഒരു വാക്ക്, ഒരു പുല്ലിംഗ ഏകവചന വാക്കിനോട് കൂടെ പ്രത്യയം ചേരുകയാണെങ്കിലും തൊട്ടു മുമ്പുള്ള കെ ആയിട്ട് മാറും. പിന്നെ ബന്ധുത്വത്തെ, ഉടമസ്ഥാവകാശത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന സംഖ്യാവാചക വിശേഷണം വരുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പും എന്തായിട്ട് വരും?
കാ കെ ആയിട്ട് മാറും കേട്ടോ. അതിന് മുന്നേ കെ തന്നെ പ്രയോഗിക്കുള്ളൂ, കാ കെ ആയി മാറുന്നതല്ല, കെ തന്നെ പ്രയോഗിക്കുള്ളൂ കേട്ടോ. മനസ്സിലായോ? ഇനി എന്താ? ബഗീച്ചേമേ സ്കൂൾ കെ ലഡ്കേ ഹേ, പൂന്തോട്ടത്തിൽ സ്കൂളിലെ കുട്ടികളാണ്, സ്കൂളിലെ ആൺകുട്ടികൾ. സ്കൂളിലെ ആൺകുട്ടികൾ എവിടെയുണ്ട്? ബഗീച്ചേമിൽ, ബഗീച്ചേമേ പൂന്തോട്ടത്തിൽ ഉണ്ട് അല്ലെ, ബഗീച്ചയിലുണ്ട്, പൂന്തോട്ടത്തിലുണ്ട്. അപ്പൊ ഇവിടെ കെ കൊടുക്കാൻ കാരണം എന്താ? ലഡ്കെ എന്നുള്ള വാക്ക് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട്. അടുത്ത എന്താണ്? ദേഖോ ശേഖർ കെ പിത ആത്തേ ഹേ, നോക്കൂ ശേഖറിന്റെ അച്ഛൻ വരുന്നുണ്ട് അല്ലെ, ശേഖർ കെ പിത. അപ്പൊ എന്താണ് ഇവിടെ? പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് കെ കൊടുത്തത് കേട്ടോ. പിതാവിനോടുള്ള ബഹുമാനം കൊണ്ട് കെ കൊടുത്തു. നേരത്തെ പറഞ്ഞില്ലേ പിതാജി മാമാജി ഒക്കെ വരുമ്പോ തൊട്ട് മുന്നേ കെ പ്രത്യയമാണ് എഴുതേണ്ടതെന്ന്. പിതാവിനോട് കൂടെ ജി ചേർത്തില്ലെങ്കിലും പിതാവിനോട് നമുക്ക് ബഹുമാനമില്ലേ, അതുകൊണ്ടാണ് ഇവിടെ കെ വന്നത് കേട്ടോ. അല്ലാതെ അച്ഛന്മാർ ആയതുകൊണ്ടല്ല, അച്ഛൻ ഒരാളേ ഉള്ളൂ, ആ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇവിടെ കെ ചേർന്നത് കേട്ടോ. ഇനി എന്താ? ശേഖർ കെ അധ്യാപക് ഭി ആത്തേ ഹേ, ശേഖറിന്റെ അധ്യാപകരും വരുന്നുണ്ട് അല്ലെങ്കിൽ അധ്യാപകനും വരുന്നുണ്ട്. അത് ഒരധ്യാപകനാണെങ്കിലും ഒന്നിൽ കൂടുതൽ അധ്യാപകർ ആണെങ്കിലും അധ്യാപകനെ എഴുതുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? ഈ അധ്യാപകനോടുള്ള ബഹുമാനം കൊണ്ട് നമുക്ക് അധ്യാപകൻ ഒന്നാണെങ്കിൽ ഒന്നിൽ കൂടുതലാണെങ്കിലും അല്ലെ, ഇനി ഒരധ്യാപകനാണെങ്കിൽ പോലും തേഹെ ചേർക്കും. എന്തുകൊണ്ടാ? അധ്യാപകനോടുള്ള ബഹുമാനം കൊണ്ട്. ഒരധ്യാപകനെ ഉള്ളൂ എങ്കിലും നമ്മൾ എന്താ ചേർക്കുക? തേഹെ ചേർക്കും. അതുപോലെ കെയും ചേർക്കും കേട്ടോ. ഇനി ഒന്നിൽ കൂടുതൽ അധ്യാപകരാണെങ്കിലും ഇതുപോലെ തന്നെയാണ് എഴുതുക. അത് അധ്യാപകനോടുള്ള ബഹുമാനം കൊണ്ടാണ്. ഇനി എന്താണ്? വഹാ മോഹൻ കാ കുത്ത ആത്താ ഹെ, അവിടെ മോഹന്റെ നായ വരുന്നുണ്ട്. മോഹന്റെ നായ അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? കാ കുത്ത. എന്താ കാരണം? കുത്ത എന്നുള്ള വാക്ക് പുല്ലിംഗം ഏകവചനമാണ് അല്ലെ, ആത്താഹെ എന്നല്ലേ വന്നിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ നായ്ക്കൾ ഉണ്ടെങ്കിൽ കുത്തേന്ന് പറയായിരുന്നു. ഇത് കുത്ത എന്ന് പറഞ്ഞപ്പോ ഒരു വാക്കാണ്, അതായത് ഏകവചനമാണ്, പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് ഇവിടെ കെ വന്നത് കേട്ടോ. ഇനി എന്താ? കുറെ ഉദാഹരണങ്ങൾ തന്നിട്ട് അതിൽ വ്യക്തത വരുത്തുകയാണ് കേട്ടോ. മോഹൻ കാ കുത്ത അച്ചാ ഹെ, മോഹന്റെ നായ നല്ലതാണ്, വിശേഷണ പദമാണ് കേട്ടോ. അച്ചാ കുത്ത, കുത്ത എന്നുള്ള വാക്ക് പുല്ലിംഗം ഏകവചനമായതുകൊണ്ടാണ് അതിന്റെ വിശേഷണവും പുല്ലിംഗം ഏകവചനത്തിൽ കൊടുത്തത്. അതുപോലെ തന്നെ കുത്ത എന്നുള്ള വാക്ക് പുല്ലിംഗം ഏകവചനമായതുകൊണ്ടാണ് തൊട്ട് മുന്നേ എന്ത് കൊടുത്തിരിക്കുന്നത്? കാ എന്നുള്ള വിഭക്തി പ്രത്യയം കൊടുത്തിരിക്കുന്നത്. അപ്പോ മോഹൻ കാ കുത്ത അച്ചാ ഹെ, വോ ആപ്കാ ഘർ ഹെ, അത് താങ്കളുടെ വീടാകുന്നു. ഘർ എന്നുള്ള വാക്ക് പുല്ലിംഗം ആയതുകൊണ്ടാണല്ലോ തൊട്ട് മുന്നേ കാ പ്രയോഗിച്ചത്. യ് ആപ്കി കലം ഹെ, ഇത് താങ്കളുടെ പേനയാകുന്നു. ഇവിടെ കലം എന്നുള്ള വാക്ക് സ്ത്രീലിംഗമാണ്, ഏകവചനമാണ്, അതുകൊണ്ടാണ് ഇവിടെ കീ കൊടുത്തത്. ഇനി കലമേം എന്നാണെങ്കിലും ഇവിടെ കീ തന്നെയാ വരിക അല്ലെ, പക്ഷെ കലമേം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബിന്ദി വരും അല്ലെ, ഹൈന്ന് വരും. അപ്പൊ യ് ആപ്കി കലം ഹെ. മുകേഷ് ആപ്കാ ഭായി ഹെ, മുകേഷ് താങ്കളുടെ സഹോദരനാണ്. മുകേഷ് ആപ്കാ ഭായി, ഇവിടെ ഭായി സഹോദരൻ പുല്ലിംഗം ഏകവചന പദമാണ്, അതുകൊണ്ടാണ് ഇവിടെ ക എന്ന വിഭക്തി പ്രത്യയവും കൊടുത്തിട്ടുള്ളത് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ആപ്കെ ഭായി കാ നാം മുകേഷ് ഹെ, താങ്കളുടെ സഹോദരന്റെ പേര് മുകേഷ് എന്നാകുന്നു. ആപ്കാ ഭായി എന്ന് പറഞ്ഞാൽ താങ്കളുടെ സഹോദരൻ. ഈ ഭായി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വിഭക്തി പ്രത്യയം വന്നതുകൊണ്ടാണ് ഇവിടത്തെ ക കെ ആയി മാറിയത്. മനസ്സിലായില്ലേ? ബേട്ട എന്നാണെങ്കിൽ ഇവിടെ ബേട്ടാനോട് കൂടെ പ്രത്യയം ചേർക്കുമ്പോ ബേട്ട ബേട്ടയായിട്ട് മാറൂലേ, അത് ആകാരാന്ത പുല്ലിംഗാണ്. ആകാരാന്ത പുല്ലിംഗ പദങ്ങൾ ഒഴികെയുള്ള മറ്റേത് പുല്ലിംഗ സ്ത്രീലിംഗ ഏകവചന പദത്തോടുകൂടെ വിഭക്തി പ്രത്യയം ചേരുകയാണെങ്കിലും അവയുടെ രൂപത്തിന് ഒരു മാറ്റവും വരില്ല കേട്ടോ. ഭായി ക, ബഹൻ ക, നദി മേം അങ്ങനെ തന്നെ വരുള്ളൂ. ഇവിടെ കെ വന്നത് എന്തുകൊണ്ടാ? ഭായി കഴിഞ്ഞിട്ടൊരു കെ വിഭക്തി പ്രത്യയം വന്നത് കൊണ്ടാണ് ആ പുക്ക എന്നുള്ളത് കെ ആയി മാറിയത്. ക്ലിയർ ആയില്ലേ? നിർമ്മല ആപ്കി ബഹൻ ഹേ, നിർമ്മല താങ്കളുടെ സഹോദരിയാണ്. ഇവിടെ ബഹൻ എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ കീ കൊടുത്തത്. അപ്പൊ ഇനി ക കെ കീയുടെ പ്രയോഗം തെറ്റിക്കില്ലല്ലോ, തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ എപ്പോഴൊക്കെയാണ് ക വേണ്ടത്, എപ്പോൾ കെ വേണം, എപ്പോൾ കീ വേണം അല്ലെ, ഏതെല്ലാം പ്രയോഗിക്കുമ്പോൾ കെ മാത്രമേ പ്രയോഗിക്കാവൂ എന്നതൊക്കെ മനസ്സിലായില്ലേ?
ഇനി കുറച്ച് വാക്കുകൾ നോക്കാം ട്ടോ. വിനീത വിനോദ് ഡാഷ് ബഹൻ ഹേ. വിനീത വിനോദ് ഡാഷ് സഹോദരിയാണ്. ഇവിടെ ക കെ കി അതിലേതാണ് വേണ്ടത്? ഏതാണ് വേണ്ടതെന്ന് നിശ്ചയിക്കണമെങ്കിൽ തൊട്ട് ശേഷം വരുന്ന വാക്ക് എന്താന്ന് നോക്കണം അല്ലേ? വലതുഭാഗത്ത് വന്ന വാക്ക് ബഹൻ അല്ലേ? ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി, സ്ത്രീലിംഗമല്ലേ, ഏകവചനമല്ലേ? അപ്പൊ ഏത് വിഭക്തി പ്രത്യയമാണ് ഇവിടെ വേണ്ടത്? വിനീത വിനോദ് കി ബഹൻ ഹേ. മനസ്സിലായില്ലേ? അടുത്ത എന്താ? സീത ഡാഷ് ബേട്ടി സോത്തി ഹേ. സീത ഡാഷ് ബേട്ടി സോത്തി ഹേ. ഇവിടെ എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ ഏത് വിഭക്തി പ്രത്യയമാണ് ഇവിടെ ചേർക്കേണ്ടത്? അത് നിശ്ചയിക്കണമെങ്കിൽ അതിന് ശേഷം വരുന്ന വാക്ക് നോക്കണം എന്താണെന്ന്. എന്താണിത്? ബേട്ടി എന്നല്ലേ? ബേട്ടി എന്ന് പറഞ്ഞാൽ മകൾ, സ്ത്രീലിംഗം ഏകവചനമല്ലേ? അപ്പൊ അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെ എന്ത് വിഭക്തി പ്രത്യ വേണ്ടത്? കി അല്ലേ? കി അല്ലേ വേണ്ടത്? സീതാ കി ബേട്ടി സോത്തി ഹേ. അടുത്ത എന്താ? രാജു ജാനകി ഡാഷ് ബേട്ടാ ഹേ. ഇവിടെ കാക്കേ കി അല്ലെ ഏതാ വരിക? ബേട്ട നോക്കണം. ബേട്ട എന്നുള്ള വാക്ക് പുല്ലിംഗം ഏകവചനമായതുകൊണ്ട് ഏത് വിഭക്തി പ്രത്യയം വരണം? രാജു ജാനകി ക ബേട്ടാ ഹേ. അടുത്ത എന്താണ്? കാക്കയ്ക്ക് തന്നെയാണ് ചേർക്കേണ്ടത് കേട്ടോ. മേ ഭായി ഡാഷ് പരീക്ഷ കർ റഹാ ഹും. മേ ഭായി ഡാഷ് പരീക്ഷ കർ റഹാ ഹും. അവിടെ എന്താ വരിക? പരീക്ഷ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ഏതാണ് വരേണ്ടത്? കി ആണ് വരേണ്ടത് കേട്ടോ. മേ ഭായി കി പരീക്ഷ കർ റഹാ ഹും എന്നാണ് എന്താ അർത്ഥം? ഞാൻ സഹോദരനെ പരീക്ഷിക്കുകയാകുന്നു അല്ലെ? ഞാൻ സഹോദരനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാകുന്നു എന്നൊക്കെ അർത്ഥം വരാം കേട്ടോ. അല്ലാതെ പരീക്ഷയുമായിട്ട് ബന്ധമില്ല കേട്ടോ. പരീക്ഷ എഴുതുക എന്ന് പറയുന്ന പരീക്ഷ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധമില്ല. പരീക്ഷിക്കുകയാണ് എന്നാണ് അവിടെ അർത്ഥം കേട്ടോ. പരീക്ഷാകരണ എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താണ്? സരള ഡാഷ് ദോ ഭായി ഗാവ് മേ രഹത്തെ ഹേ. ദോ ഭായി രണ്ട് സഹോദരന്മാർ. അപ്പൊ ഇവിടെ ഏതാ വരിക? സരളയുടെ രണ്ട് സഹോദരന്മാർ എന്ന് പറയുമ്പോ ദോ ഭായി. ഭായി പുല്ലിംഗമാണ് നേരത്തെ പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ ഭായിന്റെ ഏകവചനും ബഹുവചനും ഭായി തന്നെയാണെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ദോ ഭായി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഏത് വിഭക്തി പ്രത്യയം വേണം? കെ. ഏതാ വേണ്ടത്? കെ. സരള കെ ദോ ഭായി ഗാവ് മേ രഹത്തെ ഹേ. അടുത്ത എന്താ? രാം ഡാഷ് ദോ ബഹിനെ ഹേ. രാം ഡാഷ് ദോ ബഹിനെ ഹേ. രണ്ട് സഹോദരിമാരുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരിക? സഹോദരി അല്ലേ? സഹോദരി എന്നുള്ള വാക്ക് സ്ത്രീലിംഗ പദമാണ്. അപ്പൊ ഇവിടെ എന്ത് വേണം? രാം കി ബഹിനെ ദോ ബഹിനെ ഹേ. രാം കി ആണ് കേട്ടോ വേണ്ടത്. രാം കി എന്താ വരിക? ഇവിടെ എന്താണ്? ഇവിടെ നോക്കൂ, ബഹിനെ എന്നുള്ള രണ്ട് സഹോദരിമാർ എന്നുള്ളത് എന്താണ്? രാമന്റെ സ്വന്തമല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ ബന്ധുത്വത്തെ സൂചിപ്പിക്കുന്നതല്ലേ? അല്ലെ? ബന്ധുത്വത്തെ. അപ്പൊ രാമന്റെ രണ്ട് സഹോദരിമാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? രാമന് രണ്ട് സഹോദരിമാരുണ്ട് എന്നാണ് കേട്ടോ. എന്താണ്? രാമന് രണ്ട് സഹോദരിമാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദശരഥന് 3 റാണിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ദശരഥ് കെ തീൻ റാണിയാൻ തീൻ എന്നല്ലേ പറഞ്ഞത്? അതേ നിയമമാണ് ഇവിടെ വരിക. രാം കെ ദോ ബഹിനെ ഹേ. രാം കെ ദോ ബഹിനെ ഹേ. രാമന് രണ്ട് സഹോദരിമാരുണ്ട് അല്ലെ? രാം കെ ദോ ബഹിനെ ഹേ. മനസ്സിലായില്ലേ? സംശയമില്ലല്ലോ? രാം കി അല്ല വേണ്ടത്, രാം കെ കേട്ടോ. അതായത് ഇവിടെ ഈ രണ്ട് സഹോദരിമാരും രാമന്റെ സ്വന്തമാണ്. അങ്ങനെ ബന്ധുത്വത്തെ സൂചിപ്പിക്കുന്നതും ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്നതും, അഥവാ നമുക്ക് സ്വന്തമായി വ്യക്തികളോ വസ്തുക്കളോ അവയവമോ ഉണ്ടെന്ന് പറയുമ്പോൾ കെ ആണ് ചേർക്കേണ്ടത് അല്ലേ? ഇപ്പൊ ഇവിടെ വ്യക്തികളല്ലേ സഹോദരിമാർ? അപ്പൊ സ്വന്തമായിട്ട് വ്യക്തികളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? കെ ആണ്. അപ്പൊ രാമനും സഹോദരിമാരും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുകയാണ് അവിടെ കേട്ടോ. ബന്ധുത്വത്തെ സൂചിപ്പിക്കുകയാണ്. അതാണ് രാം കെ ദോ ബഹിനേം ഹേ എന്ന് വന്നത്. ക്ലിയർ ആയോ? അടുത്തത് എന്താണ്? കസ്തൂരി
ഹിരൺ ഡാഷ് നാഭി മേ പായി ജാതി ഹേ. അതായത് കസ്തൂരിമാൻ ഉണ്ട് കേട്ടോ, മാനുകളിൽ ഒരു ഇനമല്ലേ കസ്തൂരിമാൻ. കസ്തൂരിമാന്റെ നാഭിയിലാണ് കസ്തൂരി ലഭ്യമാകുന്നത് കേട്ടോ. അപ്പൊ അവിടെ കസ്തൂരി ഹിരൺ അല്ലെ കസ്തൂരി മൃഗ് എന്നാണ് കസ്തൂരിമാനെ പറയാട്ടോ. കസ്തൂരി മൃഗ്, കസ്തൂരിമാൻ. അപ്പോ കസ്തൂരി ഹിരൺ കി നാഭീമേ, നാഭി എന്നുള്ള വാക്ക് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് ഇവിടെ എന്താ വരിക? കി ആണ് വരിക കേട്ടോ. എന്താ വരിക? കി ആണ് വരിക. ഇനി ഇവിടെ പായി ജാതി ഹേ എന്ന് പറയുന്നത് എന്താ? ഈ പായി ജാതി ഹേ എന്ന് പറയുന്നത് കസ്തൂരിയാണ് കേട്ടോ. ലഭ്യമാകുന്നത്, കിട്ടുന്നത് കസ്തൂരിയാണ്. ഈ കസ്തൂരി സ്ത്രീലിംഗ ആയതുകൊണ്ട് അവിടെ പായി ജാതി ഹേ വന്നത്. ഈ കസ്തൂരിയും ഈ കീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇവിടുത്തെ കീ ചേർക്കുന്നത് എപ്പോഴും അതിന് ശേഷം വരുന്ന വാക്കിന്റെ ലിംഗവചനം അനുസരിച്ചിട്ടാണ്. നാഭി എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ കീ നാഭി വന്നത്. സംശയമില്ലല്ലോ. അടുത്ത എന്താണ്? മഹേഷ് മഞ്ജു ഡാഷ് ചോട്ടാ ഭായി ഹെ. മഹേഷ് ആരാണ്? മഹേഷ് മഞ്ജു ഡാഷ് ചോട്ടാ ഭായി ഹെ. അവിടെ എന്താ വരിക? ചോട്ടാ ഭായി അല്ലെ. ചോട്ട എന്നുള്ള വാക്ക് ഭായിയെ വിശേഷിപ്പിച്ചതാണ്. ഭായി പുല്ലിംഗം ഏകവചനം ആയതുകൊണ്ടാണ് ചോട്ട കൊടുത്തത് അല്ലെ. അപ്പൊ തൊട്ടു മുന്നേ ഏതാണ് വിഭക്തി പ്രത്യയം വരിക? ക അല്ലെ. ഏതാ വരിക? ക വരും. അടുത്ത എന്താണ്? തുളസീദാസ് ने രാമചരിതമാനസ് ഡാഷ് രചന की थी. തുളസീദാസ് ആണ് രാമചരിതമാനസം രചിച്ചിരുന്നത് അല്ലെ. അവിടെ രചന എന്നുള്ള വാക്ക് സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്രിയ കി ധി എന്ന് കൊടുത്തത് കേട്ടോ. രചന സ്ത്രീലിംഗ ആയതുകൊണ്ട് ഇവിടെ എന്താ വരിക? കി ആണ് വരിക. കി എന്ന വിഭക്തി പ്രത്യയാണ് വരിക കേട്ടോ. അടുത്തത് എന്താണ്? ഹം 10വേം ദർജെ ഡാഷ് വിദ്യാർത്ഥി ഹേ. ഞങ്ങൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാകുന്നു അല്ലെ. ഹം 10വേം ദർജെ ഖേ ആണ് വരിക. കാരണം വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി നേരത്തെ ഭായിന്റെ ഏകവചനവും ബഹുവചനവും ഭായി ആണെന്ന് പറഞ്ഞതുപോലെ വിദ്യാർത്ഥി എന്നതിന്റെ ഏകവചനവും ബഹുവചനവും വിദ്യാർത്ഥി തന്നെയാണ്. ഇവിടെ വിദ്യാർത്ഥി എന്നുള്ളത് ബഹുവചനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഹയം എന്ന ക്രിയയിൽ നിന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ബഹുവചനത്തിലെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ എന്താണ്? കർത്താവ് ഹം എന്നും കൊടുത്തില്ലേ അല്ലെ. ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ എന്തായാലും വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ കുട്ടികളല്ലേ, ബഹുവചനല്ലേ. അപ്പൊ ഇവിടെ ഏത് പ്രത്യയാണ് വരിക? കെ എന്ന പ്രത്യയമാണ് വരിക അല്ലെ. മനസ്സിലായോ? അപ്പോൾ ഈ വർക്കുകൾ തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സീത ഡാഷ് ബേട്ടി സോത്തി ഹേ. ഇവിടെ എന്താ വരുന്നത്? സീത ഡാഷ് ബേട്ടി. സീത കി ബേട്ടി. ബേട്ടി സ്ത്രീലിംഗ ആയതുകൊണ്ട് കി ബേട്ടി കേട്ടോ. അടുത്തത് എന്താ? രാജു ജാനകി ഡാഷ് ബേട്ട ഹേ. ഇവിടെ ബേട്ട എന്നുള്ളത് പുല്ലിംഗം ഏകവചനമായതുകൊണ്ട് രാജു ജാനകി കാ ബേട്ട ഹേ. അടുത്തത് എന്താണ്? മേ ഭായി ഡാഷ് പരീക്ഷ കർ രഹാ ഹൂം. ഞാൻ സഹോദരൻ ഡാഷ് പരീക്ഷിക്കുകയാണ്. അപ്പൊ സഹോദരനെ പരീക്ഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഏതാ? പരീക്ഷ എന്നുള്ള വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ട് ഏതാണ് വരുന്നത്? ഭായിക്ക് പരീക്ഷ കർ രഹാ ഹും. പിന്നെ സരള ഡാഷ്. സരള ഡാഷ് ദോ ഭായി ഗാവ് മേ രഹ്തേ ഹേ. 2 സഹോദരന്മാർ. അപ്പൊ സരളയുടെ 2 സഹോദരന്മാർ ഗ്രാമത്തിൽ താമസിക്കുന്നു. അവിടെ ഏതാ വരുന്നത്? കെ. സരള കെ ദോ ഭായി ഗാവ് മേ രഹ്തേ ഹേ. അടുത്ത എന്താണ്? രാം ഡാഷ് ദോ ബഹിനെ ഹേ. 2 സഹോദരിമാർ. ആർക്കുള്ളതാണ്? രാമനുള്ളത് അല്ലെ. അപ്പൊ രാമന് 2 സഹോദരിമാർ ഉണ്ട്. രാമന് 2 സഹോദരിമാരുണ്ട് എന്ന് എങ്ങനെയാ പറയാ? രാം കെ ദോ ബഹിനേം ഹേ. രാം കെ ദോ ബഹിനേ ഹേ. എന്താ ഇതിന്റെ അർത്ഥം? രാമന് 2 സഹോദരിമാരുണ്ട്. രാം കെ ദോ ബഹിനേം ഹേ. ഇതിന്റെ ഡൗട്ട് തീർന്നോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? അവിടെ കി അല്ല വേണ്ടത്,
കെ ആണ് വേണ്ടത് കേട്ടോ. കാരണം ഇവിടെ ബന്ധുത്വത്തെ സൂചിപ്പിക്കുന്ന എന്തുണ്ട്, സംഖ്യാവാചക വിശേഷണമുണ്ട് ദോ. അതുകൊണ്ട് ഇവിടെ എന്താ ചേർക്കേണ്ടത്, കെ ആണ് ചേർക്കേണ്ടത് കേട്ടോ. കെയുടെ പ്രത്യേക പ്രയോഗമാണ് അവിടെ. അടുത്തത് കസ്തൂരി हिरण डैश नाभि में पाई जाती है. हिरण की नाभि में अल्ले कस्तूरी हिरण की नाभि में पाई जाती है. അടുത്ത എന്താ, മഹേഷ് മഞ്ജു ഡാഷ് ചോട്ടാ ഭായി ഹേ. മഹേഷ് മഞ്ജു का छोटा भाई है. മഹേഷ് മഞ്ജു का छोटा भाई है. അതുപോലെ തുളസീദാസ് ने രാമചരിതമാനസ് ഡാഷ് രചന കീ ധി. എന്താ വരിക, രചന സ്ത്രീലിംഗ ആയതുകൊണ്ട് की रचना की थी. തുളസീദാസ് ने രാമചരിതമാനസ് की रचना की थी. അടുത്ത എന്താണ്, हम 10वें दर्जे ഡാഷ് വിദ്യാർത്ഥി ഹേ. हम 10वें दर्जे ഏതാ വരിക, വിദ്യാർത്ഥി എന്നുള്ളത് പുല്ലിംഗം ബഹുവചനായതുകൊണ്ട് കെ വിദ്യാർത്ഥി ഹേ. हम 10वें दर्जे के വിദ്യാർത്ഥി ഹേ. മനസ്സിലായല്ലോ. ഇപ്പൊ നമുക്ക് എവിടെ കാക്കേക്കിയുടെ പ്രയോഗം എഴുതാൻ പറഞ്ഞാലും നമുക്ക് കിട്ടുമല്ലോ അല്ലെ. അതുപോലെ പാഠപുസ്തകങ്ങളിൽ വായിക്കുന്ന സമയത്ത് അതിലെ ഓരോ സെന്റൻസിലും കാക്കേക്കി പ്രത്യയങ്ങളൊക്കെ കാണാം അല്ലെ. അപ്പോഴൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കെ കഴിഞ്ഞിട്ടുള്ള വാക്കിൻ്റെത് ആയതുകൊണ്ടാണ് ഇവിടെ ഈ മാറ്റം വന്നത് എന്നൊക്കെ കേട്ടോ. അപ്പോ കാക്കേക്ക് ചേർക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ധന്യവാദം.